2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആരംഭിച്ച ഈ വംശഹത്യാശ്രമത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ വെടിനിർത്തൽ കരാർ വന്നതോടുകൂടെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം, കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇതിന് തുനിയുന്നത്? പല റീസൺസ് പറയുന്നുണ്ട്. അതിലൊന്ന്, ഞാനീ പറഞ്ഞതിന് പുറമെ ഒന്ന്, ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രതിസന്ധിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണം പുനരാരംഭിക്കാനുള്ളൊരു കാരണം? അതിൽ സയനിസ്റ്റുകളുടെ മിനിമം പ്ലാനും മാക്സിമം പ്ലാനും ഉണ്ട്. അവരുടെ മാക്സിമം പ്ലാൻ എന്നത് ഗസയും വെസ്റ്റ് ബാങ്കും അതുപോലെ സിറിയയുടെ ഭാഗങ്ങൾ, ലെബനനൊക്കെ ഉൾപ്പെടുത്തിയുള്ള വിശാല ഇസ്രായേൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ട്രംപിൻ്റെ വെസ്റ്റ് ഏഷ്യൻ പ്ലാനും വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്ലാനിൽ അതിൻ്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തെ മാറ്റി വരയ്ക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. അതിൽ അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്ന സർക്കാരുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയോ തകർക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട താല്പര്യം. അതിൽ സിറിയയിൽ അവർ വിജയം കൈവരിച്ചു. അതിൽ തന്ത്രപരമായ റഷ്യയെ ന്യൂട്രലൈസ് ചെയ്യാനും അമേരിക്കയ്ക്ക് സാധിച്ചു. എന്നാൽ റഷ്യയുടെ ഏറ്റവും ശക്തമായ പിന്തുണയിലാണ് അസദ് റഷീം സിറിയയിൽ തുടർന്നത്. എന്നാൽ ആ സിറിയയിലെ ആ റെജീമിനെ അട്ടിമറിക്കാൻ അവർക്ക് സാധിച്ചു. ലെബനനിലുള്ള ഹിസ്ബുള്ളയെ ഓൾമോസ്റ്റ് ന്യൂട്രലൈസ് ചെയ്തു. ഹൂത്തികൾ ഇപ്പോൾ ചെറിയ രൂപത്തിൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുന്നോടിയായി ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യത്തെ ആക്രമണ ഉത്തരവിൽ അദ്ദേഹം ഒപ്പിട്ടു. ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ, സന അടക്കമുള്ള കേന്ദ്രങ്ങളെല്ലാം അമേരിക്ക ബോംബ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം പുനഃസ്ഥാപിച്ചത്. മാത്രവുമല്ല, ഇറാനാണ് ആത്യന്തികമായി അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇറാനെയും ഇറാൻ്റെ പ്രോക്സികളെയും തകർക്കുകയും ഹമാസിനെ പൂർണ്ണമായും നിർവീര്യമാക്കുകയും അങ്ങനെ വെസ്റ്റ് ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച്, ആംഗ്ലോ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് മാറ്റി വരയ്ക്കാനുള്ള ബൃഹത് പദ്ധതിയിലേക്ക്, അവരുടെ മാക്സിമം പ്ലാനിലേക്ക് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ഈ അക്രമത്തെ കാണുന്നത്. കാരണം ഇത് ഗസയിൽ മാത്രം ഒതുങ്ങുക എന്ന പരിമിതമായ ലക്ഷ്യങ്ങളല്ല അവർക്കുള്ളത്. ഗസയിൽ വെടിനിർത്തൽ 42 ദിവസം യാഥാർത്ഥ്യമായി. അതിൽ ട്രംപിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തവുമാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഒരു ഡിസ്റപ്ഷൻ കൊണ്ടുവരുന്ന നിലയിലുള്ള സമീപനങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ പങ്കുവച്ച് കുറേ ആളുകൾ ഗസയിൽ വന്ന് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ഗസ ഒരു റിയൽ എസ്റ്റേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറുന്നു. അമേരിക്ക വിൽ ടേക്ക് ഓവർ ഗസ എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതും ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ സന്ദർശിച്ച വേളയിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് US വിൽ ടേക്ക് ഓവർ ഗസ എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്. അത് പക്ഷേ സീരിയസ് അല്ല എന്നാണ് ലോകം വിചാരിച്ചത്. പക്ഷേ ട്രംപ് ഇക്കാര്യത്തിൽ സീരിയസ് ആണ് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകൾക്കും അങ്ങനെ ഒരു ഡിസ്റപ്റ്റീവ് എലമെൻ്റ് ഉണ്ട്. പനാമ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു, കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആക്കുമെന്ന് പറയുന്നു, ഗ്രീൻലാൻഡ് അമേരിക്ക പർച്ചേസ് ചെയ്യും എന്ന് പറയുന്നു. ഇങ്ങനെ അതുപോലെ നികുതി ചുമത്തുന്ന കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനെതിരായിട്ട് വരുന്നു, കാനഡയ്ക്കെതിരായി പുതിയ ചുങ്കം ചുമത്തുന്നു, ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്ലോബൽ പൊളിറ്റിക്സിനെ മാറ്റാനും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം സവിശേഷമായി ഇസ്രായേൽ കേന്ദ്രീകൃതമായി മാറ്റി തീർക്കുവാനുമുള്ള ഒരു നടപടിയിലേക്ക് അമേരിക്ക നീങ്ങുന്നു. അങ്ങനെ ഉള്ള ഒരു സിഗ്നൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു നരഹത്യ. അതും ഈ റമലാൻ മാസത്തിൽ സാധാരണഗതിയിൽ ഒരു റിസ്ട്രെയിൻസ് ഉണ്ടാവാറുണ്ട്. അത് മധ്യകാലഘട്ടത്തിൽ മുതലേ അത്തരത്തിൽ, ഇപ്പോൾ കുരിശുയുദ്ധം നടന്ന സമയത്ത് പോലും ഈ പരിശുദ്ധ റമലാൻ മാസത്തിൽ തങ്ങൾ ആയുധമെടുക്കില്ല എന്നൊക്കെയുള്ള ധാരണകൾ ഉണ്ടായതായി ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നൈതികതയും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായും സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള പല ആക്രമണങ്ങളും ഇസ്രായേൽ തന്നെ പറയുന്നത് സിവിലിയന്മാരുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസുകാരെ അറ്റാക്ക് ചെയ്യാനാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ന്യായീകരണം പോലും അവർ നടത്തിയിട്ടില്ല. 405 ആളുകൾ ക്ഷണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോഴും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. കൊല ചെയ്യപ്പെട്ടതിൽ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 100% തന്നെ സിവിലിയന്മാരാണ്. അതിൽ തന്നെ കുട്ടികളുടെ എണ്ണം ആണ് ഏറ്റവും അധികം. അതീവ സങ്കടകരമായ ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. പക്ഷേ ഇവിടെ നിർത്തും എന്നതിൻ്റെ യാതൊരു സൂചനയും ഇതുവരെ നമുക്ക് കിട്ടുന്നുമില്ല.